ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്ലാസ് നോക്കാമെന്ന് കരുതി. അപ്പം ഒക്ടോബറിൽ തന്നെ ഞാൻ കുറച്ച് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം മൊബൈൽ കംപ്ലൈൻറ്റ് ആയത് കാരണം ഷോർട്സ് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കരുതി കുറേശ്ശെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്യാമെന്ന്. അപ്പം എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിന്ന് ഒക്ടോബർ 19, 20, 21 കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിതയായത് വിജയ് കിഷോർ രഹത്കർ. ഡോക്ടർ അർച്ചന മജുംദാറിനെ കമ്മീഷൻ അംഗമായി നിയമിച്ചു. ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്തെ ജലവിതരണ ശൃംഖല മാപ്പ് ചെയ്യാൻ ജല അതോറിറ്റി വികസിപ്പിക്കുന്ന ആപ്പ് KWAGO. കുസാറ്റുമായി സഹകരിച്ചാണ് ജല അതോറിറ്റി ആപ്പ് വികസിപ്പിക്കുന്നത്. വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംരംഭക വർഷം 3.0യുടെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷം 100% ലക്ഷ്യം കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ല ആലപ്പുഴ. പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ലയണൽ മെസ്സി. അടുത്തിടെ ഇടുക്കി ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ മിർട്ടേസിയ കുടുംബത്തിൽപ്പെട്ട പുതിയ സ്പീഷീസ് കുറ്റിച്ചെടി യുജീനിയ ഏലപ്പാരൻസിസ്. WRS ചെസ് മാസ്റ്റേഴ്സ് കപ്പ് നേടിയ ഇന്ത്യക്കാരൻ അർജുൻ എരിഗാസി. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് കസാൻ, റഷ്യ. ക്ഷയരോഗത്തെ നേരത്തെ അറിയാൻ കഴിയുന്ന കുഞ്ഞൻ എക്സ്റേ വികസിപ്പിച്ചത് കാൺപൂർ IITയും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗിയുള്ള രാജ്യമാണ് ഇന്ത്യ. 10ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഗുവാഹട്ടി IIT ആസാമിലാണ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനായി ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ദൗത്യം ചന്ദ്രയാൻ 4. K. രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ K. രാഘവൻ പുരസ്കാരം ലഭിച്ചത് M. ജയചന്ദ്രൻ, സംഗീത സംവിധായകനാണ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലൻഡ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു വേദി UAE. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് പ്രഭാവോ സുബിയാന്തോ. ക്രിക്കറ്റ് താരം MS ധോണിയുടെ എക്സ്ക്ലൂസീവ് വീഡിയോകളും ചിത്രങ്ങളും കാണാനും സംവദിക്കാനുമായി ഒരുക്കിയ ആപ്ലിക്കേഷൻ ധോണി ആപ്പ്. ജഡ്ജിക്കെതിരെയുള്ള വിമർശനവും അധിക്ഷേപവും കോടതി അലക്ഷ്യമല്ലെന്ന് വിധിച്ചത് മദ്രാസ് ഹൈക്കോടതി. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ചുഴലിക്കാറ്റ് ധന. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും ചേർന്ന് പുറത്തുവിട്ട ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 1. രാജ്യത്ത് ആദ്യമേ വന്യജീവി സംഗീതത്തിൽ വിവിധ തരം വനങ്ങളും അന്തരീക്ഷ വ്യതിയാനങ്ങളും പരിചയപ്പെടുത്തുന്ന ക്ലൈമറ്റ് വാക്ക് ആരംഭിച്ചത് ചിമ്മിനി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവും മെറ്റയും ചേർന്ന് ആരംഭിക്കുന്ന പ്രചാരണം സ്കാം സെ ബച്ചാവോ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കലാസംഘം ഋതം. അടുത്തിടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്നത് മാലിദ്വീപ്. അടുത്തിടെ ക്ലിനിക്സ് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ 8 സർക്കാർ ആശുപത്രികളിലാണ് നടപ്പാക്കുന്നത് ECG, കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാര, നാഡിമിടിപ്പ്, ശരീരത്തിലെ കൊഴുപ്പ്, രക്താതിമർദ്ദം, ഹീമോഗ്ലോബിൻ, ഓക്സിജൻ്റെ അളവ് തുടങ്ങിയവയെല്ലാം ഈ യന്ത്രം പറയും. ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസ് വഴി നിർദ്ദേശം തടയാനുള്ള സൗകര്യം യന്ത്രത്തിലുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കാലാവധിയിൽ 3 വർഷത്തെ പരിധിയും പുതിയ ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെയും നിശ്ചയിച്ചുകൊണ്ടുള്ള വിവാദ നിയമനിർമ്മാണം നടത്തിയ രാജ്യം പാകിസ്ഥാൻ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രൻ. ഓക്കെ, താങ്ക് യു ഓൾ.